ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലെ സച്ചി സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി പുറത്ത് വരുമ്പോഴാണ് അവന് എല്ലാവരും ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അവിടെയാണ് നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് തുടക്കവും. എന്താ ഒന്നും പറയാത്തതെന്ന് ഇങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇവളെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നൊക്കെ പറയാണ്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതെന്നല്ലേ. പറ്റിക്കുകയാണ്, അവൻ കോളേജിലൊന്നും പോകുന്നില്ല, കറങ്ങി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. രേവതി അതിന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ ഇവൻ അപ്പോൾ ജോലി ഉണ്ട് എന്ന് പറയുന്നത്. എന്ത് ജോലിയാണ് ഇങ്ങനെ പറയാൻ നോക്കുമ്പോൾ വീണ്ടും അവൻ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്തേ സച്ചിൻ ഒന്നും പറയാതെ വിഴുങ്ങിക്കളയുന്നത്, പകുതിക്ക് വെച്ച് ഒന്നും പറയാതെ നിൽക്കുന്നത്, പറയുമെന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. നീ എന്തിനാ ഇതിലിടപെടുന്നത്, നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയും. അപ്പോൾ വർഷ ഇങ്ങനെ പറയും, ശ്രീകാന്തെ നീ ഇടപെടേണ്ട, അത് അവരുടെ ഫാമിലി മാറ്റേഴ്സാണ്, നീ ഇടപെടേണ്ടെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കണം എന്നിങ്ങനെ പറയും രേവതിയോട്. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എന്തിനു പോകണം, എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിക്കണം, അല്ലാതെ അവൻ പറയുന്നത് മാത്രം വിശ്വസിച്ച് നിൽക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയണം. അവൻ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും ഡാറ്റ എൻട്രിയുടെ ജോബിനാണ് പോകുന്നതെന്ന് ഇങ്ങനെ പറയും. പക്ഷേ സച്ചിക്ക് സത്യാവസ്ഥ അറിയാമെന്നുണ്ട്. അത് കേട്ടപ്പോൾ പുച്ഛാണ് മുഖത്ത് വന്നത്. എന്നിട്ട് വീണ്ടും സച്ചി പറയും, എന്തിനാ പോകുന്നതെന്നൊക്കെ അന്വേഷിക്കണം, ഏത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും സച്ചി പറയും. കള്ളം പറയുന്നതെന്നുള്ള കാര്യം പറയും. അവൻ ഇത് മാത്രം കിട്ടിയാൽ പോരാന്നും പറയും. എന്നിട്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷവും. ശ്രുതി ഇങ്ങനെ പറയും, വഴക്കടിക്കുവാണല്ലോ അവരെന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, പണ്ടത്തെ പോലെ തന്നെയാണ്, ഇതായിരുന്നു എനിക്കും വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയും. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയും, അവൻ പറയുന്നതിലും കാര്യമുണ്ട്, ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചവനല്ലേ അവൻ, ഡാറ്റ എൻട്രി ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല മോഷണത്തിനായിരിക്കും പോകുന്നുണ്ടാവുക എന്നൊക്കെ പറയും. അപ്പോൾ രവിയച്ഛനത് പിടിക്കില്ല. ചന്ദ്രമതി നിർത്തുമെന്ന് പറയും. അപ്പോൾ വർഷ ഇത് കേട്ടിട്ട് നേരെ നമ്മുടെ രേവതി അടുത്ത് പോയി ചോദിക്കും, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ചേച്ചിയുടെ അനിയൻ തീഫാണോ, ബൈക്ക് മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ നീ ഇങ്ങോട്ട് വാ, എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അച്ഛൻ പറയും, രവിയച്ഛൻ ഇങ്ങനെ പറയും, ഒരാളെ കുറ്റക്കാരനാക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. നീ പോട്ടെ, ഇവനെന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ ഇങ്ങനെ പറയുന്നത്, നീ ചെയ്തത് തെറ്റന്നെയാണ്, ഒന്നുമില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അവനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന്, നിൻ്റെ അനിയൻ തന്നെയാണ് അവനും എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നീ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എനിക്ക് നാളെ രാവിലെ ട്രിപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ രേവതി പറയും, കണ്ടോ ഇപ്പോഴും അവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സങ്കടവും, അവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടൊരു സങ്കടവും സച്ചിയേട്ടനില്ല, ഇദ്ദേഹത്തിനില്ല. ഇപ്പോഴും അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, നീ എന്തായാലും നാളെ അവനെ പോയിട്ട് കാണണം എന്നിങ്ങനെ പറയും. സച്ചി പറയും, ശരി അച്ഛ, പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ അതവിടെ ആ സീൻ അവിടെ കഴിഞ്ഞ്. പിന്നെ കാണിക്കുന്നത് രാവിലെ നമ്മുടെ ശരത്തിൻ്റെ റൂമിലാണ്. അമ്മയും ദേവും ഉണ്ട്. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ ദേവു മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവു പൈസയും ആ റെസീറ്റും എടുത്തിട്ട് പോകും. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് ഒരു കോള് വരും, രേവതിയുടെ അമ്മയ്ക്ക് കോള് വരും. അതായത് പൂക്കടയിൽ ഓർഡർ കൊടുത്ത ആളെ വിളിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ഓർഡർ ഇങ്ങോട്ട് തന്നവരൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നില്ല സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അമ്മയും പുറത്ത് നിൽക്കും. പിന്നെ ആ റൂമിൽ നമ്മുടെ ശരത്ത് മാത്രം, ശരത്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി വരുന്നത് ദേവുവോ രേവതിയുടെ അമ്മയോ ഒന്നും കാണുമെന്നില്ല. സച്ചി എന്നിട്ട് ഉള്ളിലേക്ക് ദേഷ്യത്തോടെ തന്നെ വരിക. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ശരത്തിനും ദേഷ്യം തന്നെയാണ്. എന്നിട്ട് സച്ചി ചോദിക്കും, കൈക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശരത്ത് അത് ചോദിക്കാൻ, നിങ്ങളാരാ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ ചോദിക്കും. അപ്പോൾ നീ എന്താ അഹങ്കാരത്തോടെ സംസാരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലിയത്, നിങ്ങളുടെ കൂട്ടുകാരനെ തല്ലിയത് കൊണ്ടല്ലേ എന്നെ നിങ്ങൾ തല്ലിയത്, എൻ്റെ കൂട്ടുകാരനെയും നിങ്ങൾ എന്തിനാണ് കൈവച്ചതെന്നിങ്ങനെ നമ്മുടെ ശരത്ത് ചോദിക്കും. അപ്പോൾ ആൻ്റണിയെ തല്ലിയത്, മഹേഷിനെ കൈവച്ചത് കൊണ്ടാണ് ആൻ്റണിയെ തല്ലിയത്, പക്ഷേ നിന്നെ തല്ലിയത് അതിനൊന്നും അല്ല എന്നിങ്ങനെ പറയും. പിന്നെ എന്താ ഞാൻ ചെയ്തത്, പിന്നെ എന്തിനാണ് നിങ്ങളെ തല്ലിയത്, ഇങ്ങനെ ശരത്ത് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഷൗട്ട് ചെയ്തിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട്, ഒരു ഇറസ്പെക്റ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഒരു പുച്ഛമൊക്കെ ഉണ്ട് സച്ചിയോട്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ കൈ ഒടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ സത്യമൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ബൈക്കിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾ അടിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ അടിച്ചതെങ്ങാൻ്റെ ചേച്ചി അറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ, വീട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയും. സച്ചിയും പറയും, ഞാനും സത്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. എന്ത് സത്യം നിങ്ങൾക്കുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരിത്. എന്നിട്ട് സച്ചി പറയും, നീ എന്ത് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അല്ലേ, നിനക്ക് ഞാൻ പറഞ്ഞല്ല, നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ആ വീഡിയോസ് കാണിച്ചു കൊടുക്കും, CCTV ദൃശ്യം 2 കാണിച്ചു കൊടുക്കും. പക്ഷേ ശരത്ത് ആദ്യം ഒന്ന് ഞെട്ടും, ഇത് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം നിനക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് നിന്നെ അടിച്ചത്, നിൻ്റെ കൈ ഒടിച്ചതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത്
എന്ത് തെറ്റ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് തെറ്റാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചിക്ക് വീണ്ടും ദേഷ്യം പിടിക്കും. അതായത് ഇവൻ തെറ്റ് മനസ്സിലാക്കി സോറി പറയും എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ശരത്ത് അങ്ങനെയല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പോഴും. അപ്പോൾ ഒരു കൈ മാത്രം പോരാ, 2 കൈ ഓടിക്കണമായിരുന്നു. നീ പിന്നെയും നിൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്നു, നീ തെറ്റല്ല ചെയ്തെന്നാണ് നീ പറയുന്നത്, പിന്നെ മോഷ്ടിക്കുന്നത് നല്ല കാര്യമാണോ എന്നൊക്കെ പറയും. അപ്പോൾ പണമാണ് വലുത്, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ എനിക്ക് എന്താ പറയുക, സ്വപ്നങ്ങളൊക്കെ എനിക്ക് സാക്ഷാത്കരിക്കണം, അതിന് പണമാണ് ആവശ്യം, പണമുള്ളവനെ വിലയുള്ളൂ, പണം ഉണ്ടെങ്കിൽ എന്തും നേടാം, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അത് നേടാൻ വേണ്ടി, എൻ്റെ ആഗ്രഹം നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ദരിദ്രനായി ജനിച്ചത് എൻ്റെ കുറ്റം കൊണ്ടല്ല, പക്ഷെ ദരിദ്രനായി ജീവിക്കുന്നത് എൻ്റെ കുറ്റം തന്നെയാണ്, അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, നിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നീ പഠിച്ചിട്ട് നല്ലപോലെ ഒരു ജോലി വാങ്ങണം, എന്നിട്ട് നീ പൈസ ഉണ്ടാക്കിയിട്ട് നിൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റണം എന്നിങ്ങനെ പറയും. അപ്പോൾ എന്ത് ജോലി? ഡ്രൈവറോ? നിങ്ങളെപ്പോലെ ഡ്രൈവർ ജോലി എടുക്കാനോ? എന്നിട്ടോ 100-200 രൂപയ്ക്ക് കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ മാത്രമാണ് നിങ്ങൾ, അതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി. പാവ എൻ്റെ ചേച്ചി നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് ഒരു താലിമാല മാത്രമല്ലേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ, ബാക്കി സ്വർണ്ണമൊക്കെ എപ്പോൾ വാങ്ങിച്ചു കൊടുക്കാനാണ്? ഒരു 20 വർഷം കഴിഞ്ഞാലെങ്കിലും ഈ പണിയെടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കുമോ, അതിനൊക്കെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യും. സച്ചിൻ്റെ ജോലിയൊക്കെ ഇൻസൾട്ട് ചെയ്യും, അതിനുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറയും. പിന്നെ പണമുള്ളവനെ വിലയുള്ളൂ, നിങ്ങളുടെ അമ്മ തന്നെ എൻ്റെ ചേച്ചിയെ, നിങ്ങളുടെ വീട്ടിൽ 3 മരുമക്കളുണ്ട്, ബാക്കി 2 മരുമക്കൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റോ സ്നേഹമോ ഒന്നും എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? പണമില്ലാത്തത് കൊണ്ടല്ലേ, ബാക്കി 2 ആൾക്കാരും കോടീശ്വരന്മാരായതുകൊണ്ടല്ലേ ഇങ്ങനെ 2 രീതിയിൽ പെരുമാറുന്നത്. പിന്നെ ചേച്ചിയുടെ വീട്ടുകാരായ ഞങ്ങൾ വന്നാൽ പുറത്തഴിച്ചിടുന്ന ചെരുപ്പിനെ പോലെയാണ് നമ്മളെ കാണുന്നത്, ഭയങ്കര പുച്ഛമാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി ചോദിക്കും, അപ്പോൾ നീ ചെയ്തത് തെറ്റാണെന്ന് നീ ഇനിയും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പോലീസിനെ ഏൽപ്പിക്കാൻ വരെ പോയതാണ്. നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയമ്മയും കൂടെ എൻ്റെ ബാഗ് എൻ്റെ ഷർട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചതാണ്, അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചതാണ് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനൊരു പ്രതികാരം ചെയ്തു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്നിങ്ങനെ പറയും. പക്ഷേങ്കിൽ പ്രതികാരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിന്നെ ഒരാൾ കൊലയാളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ അയാളെ പോയിട്ട് കൊല്ലുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മളെ തന്നെ തിരിച്ചറിയണം, മറ്റുള്ളവർ കാണുന്നതല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മളെ തന്നെ തിരിച്ചറിയണം, നമ്മൾ മനസ്സാക്ഷിക്ക് ചേരുന്നത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശരത്ത് ഒട്ടും താണു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി പറയും, ഇതറിഞ്ഞു കഴിഞ്ഞാൽ നീ തെറ്റ് തിരുത്തും എന്നാണ് വിചാരിച്ചത്, പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് നീ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങനെയല്ല, നിൻ്റെ അഹങ്കാരം കൂടുകയാണ് ചെയ്യുന്നത്, നീ ഇത് നിൻ്റെ വീട്ടുകാർ അറിഞ്ഞതിന് എങ്ങനെ സഹിക്കൂടാ, നീ കാരണമല്ലേ നിൻ്റെ അച്ഛൻ ആ നല്ല മനുഷ്യൻ പോയത്, എങ്ങനെ നിൻ്റെ ചേച്ചി ഇതറിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് ചെയ്തത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അവർ എന്നെ ഒരു മോനെ പോലെയാണ് കാണുന്നത്, നിൻ്റെ വീട്ടിലും ഞാൻ നിൻ്റെ കോളേജിലൊക്കെ വന്നിരുന്നു, നിൻ്റെ വീട്ടിൽ പറയാനായിട്ടാണ് വന്നത്, അപ്പോൾ നിൻ്റെ അമ്മയും ദേവും ഒക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിന്നിലാണ് അവരുടെ പ്രതീക്ഷ എന്ന് കേട്ടപ്പോൾ എനിക്കത് പറയാൻ തോന്നിയില്ല, അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല, നിൻ്റെ ചേച്ചി ഇപ്പോൾ സന്തോഷത്തിലാണ്, ഒരു പൂക്കടയൊക്കെ ഇട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴാണ് അതുകൊണ്ട് അവരുടെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നിന്നെ ഒന്ന് ഉപദേശിച്ച് മാറ്റാം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോൾ ശരത്തിന് അതും പിടിച്ചില്ല. ശരത്ത് പറയും, എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാ, നിങ്ങളുടെ ഈ ഉപദേശം എന്നുള്ളൊരു ഇത് ആദ്യം അത് മാറ്റ്, നിങ്ങളാരും റൗഡിയാണോ, പോകുന്നവരെയും കാണുന്നവരെയൊക്കെ തല്ലാനും ഉപദേശിക്കാൻ നിങ്ങൾ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഭയങ്കര ഇൻസൾട്ട് ചെയ്യും സച്ചിക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. പിന്നെ ഡ്രൈവർ എന്നുള്ളൊരു പുച്ഛവും ഒക്കെ, ഡ്രൈവറല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ച് സച്ചി ഇങ്ങനെ വീണ്ടും അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങും. അപ്പോൾ സിസ്റ്റർ വരും, എന്നിട്ട് സച്ചി അവിടെ നിർത്തും. എന്നിട്ട് മരുന്ന് ഇന്നെ വാങ്ങിയില്ലെന്ന് ഇങ്ങനെ സിസ്റ്റർ ചോദിക്കും. അപ്പോൾ തന്നെ സച്ചി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. സച്ചിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദേഷ്യം. എന്നിട്ട് അതവനോട് പറയുകയും ചെയ്യും, ഞാൻ ഇത്ര താണിട്ട് ആരോട് സംസാരിച്ചിട്ടില്ല എന്നിങ്ങനെ അവനോട് പറയുകയും ചെയ്യും. പക്ഷേങ്കിൽ സച്ചി അവിടെ നിന്ന് പോകും, ആരും കാണുകയില്ല, അവൻ വന്നതും പോയതൊന്നും ആരും അറിയയില്ല. എന്നിട്ട് സച്ചി നേരെ മഹേഷിൻ്റെ അടുത്ത്, ടാക്സി സ്റ്റാൻഡിലാണ് ഉണ്ടാവുക. സച്ചി ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത് മഹേഷ് കാണും. എന്നിട്ട് മഹേഷ് ചോദിക്കും, എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് സാധനം എടുത്തിട്ട് അവൻ വെള്ളം പോലും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് കുപ്പിയോടെ തന്നെ ഒഴിക്കും വായിലേക്ക്. അപ്പോൾ മഹേഷ് ഇങ്ങനെ പിടിച്ചു വെക്കും, എന്താണ് നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കും. എന്തിനാണ് നീ ഇങ്ങനെ നിൻ്റെ ശരീരം നശിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അത്രക്ക്
ഇന്ന് ഞാൻ അവനെ കാണാൻ പോയിരുന്നു, ദേഷ്യത്തോടെ തന്നെ പറയും. എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീർന്നില്ല, അവൻ ചെയ്തത് അവനെന്താ പറഞ്ഞതെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവനെന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് കാണാൻ പോയെന്നൊക്കെ പറയും സച്ചി. എന്നിട്ട് അവൻ ചെയ്തത് തെറ്റല്ല എന്നാണ് പറയുന്നത്, അവൻ്റെ തെറ്റിന് ന്യായീകരിക്കാൻ ചെയ്യുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അവൻ ആ ആൻ്റണിയുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ തന്നെ ആയിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മഹേഷും പറയും, ഇവൻ ഇങ്ങനെ പേടിയില്ലാതായിപ്പോയി, ആരെയും പേടിയില്ല, പോലീസിനെ അറിയിച്ചു, വീട്ടുകാരോട് പറഞ്ഞു, ആരെയും പേടിയില്ല, അങ്ങനെയൊക്കെ ശരത്ത് പറഞ്ഞിരുന്നു കേട്ടോ, നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ആരോട് വേണമെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിരുന്നു, പോലീസ് പിടിച്ചാൽ തന്നെ ആൻ്റണി ചേട്ടനെ ഇറക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം മഹേഷിനോട് ഇവൻ പറയും, സച്ചി പറയും. അപ്പോൾ അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ട്, അവൻ ഇത്രയ്ക്ക് എന്താ പറയുക, പണത്തിന് വേണ്ടി എന്ത് ചെയ്യാന്നുള്ള രീതിയിലായോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നീ എന്തിനാ നിൻ്റെ ശരീരം നശിപ്പിക്കുന്നത് ഇങ്ങനെ മഹേഷ് ചോദിക്കും. അതിന് നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത്രയ്ക്ക് വിഷമം ഉണ്ടടാ ഉള്ളിൽ. എനിക്ക് വന്ന ദേഷ്യത്തിന് അവനെ കാറിന് അടിക്കും. എന്നിട്ട് എന്നെ അവൻ ഭയങ്കര പുച്ഛിച്ചു, എന്താ പറയുക, ഡ്രൈവർ എന്നുള്ള രീതിയിലും പിന്നെ അവൾക്ക് സ്വർണ്ണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ പറയും. അവൻ മഹേഷിനോട് പറയും, ഇതൊക്കെ രേവതി അറിഞ്ഞാൽ അവൾ ഭയങ്കര വിഷമിക്കൂലേ, ഇപ്പോൾ പൂക്കടയൊക്കെ ഇട്ട് അവൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്, അതിനിടയ്ക്ക് അവൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.